ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിന് ശേഷം മുൻവശത്തുള്ള റോഡിന്റെ ഭാഗത്തുള്ള NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വലിയ വലിയ യൂട്യൂബർമാരൊക്കെ ഇവിടെ വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് വൈകിയാണ് എപ്പോഴും വരല്. അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റെയിൽവേന്റെ മുകളിലേക്ക്, റെയിൽവേ പാളത്തിന്റെ മുകളിലേക്ക് ഗർഡർ ലോഞ്ചിങ് ഒക്കെ നടന്നിട്ടുണ്ട്. ROB വെക്കുന്ന വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെയുള്ള പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ഏകദേശം 2 ദിവസം ആയിട്ടുണ്ട്. അതിന്റെ ശേഷം പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ സമയത്തും ബാക്കിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് പാലത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. പാലത്തിന്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം സിമെന്റിന്റെ കോൺക്രീറ്റിന്റെ പാലാണ്. ഇതിന്റെ തൊട്ട് മുന്നിലാണ് വരുന്നത് ROB കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്ക് കൂടെ അവിടെ ഉള്ളൂ. അത് ചില ദിവസങ്ങളിലൊക്കെ രാത്രിയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് എടുത്തു വെക്കുന്നതെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ട്രെയിനൊക്കെ പോകുന്ന ഒരു ട്രാക്കിന്റെ മുകളിലാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റിയും സമയങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുക. ഇപ്പം തന്നെ അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട് എന്നാ തോന്നുന്നത്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സേഫ്റ്റികളൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ വളരെ ടൈം എടുത്തും വളരെ വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വർക്ക് ട്രെയിൻ വരുന്നത് കാണാം നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കൂടുതൽ സമയമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തി വരുമ്പോൾ കാണാം നമുക്ക് ഫില്ലറിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ശരിക്കുള്ള ഇരുമ്പ് കോൺക്രീറ്റ് ഫില്ലറിൻ്റെ മുകളിലേക്ക്, ഗിയർ ക്യാപ്പിൻ്റെ മുകളിലേക്കാണ് വെക്കാനുള്ളത്. അപ്പോൾ ട്രെയിന് പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിലേക്ക് ഇവർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക് ട്രെയിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങോട്ടുള്ള ട്രെയിനാണെന്ന് അറിയില്ല. ഒരു വലിയൊരു ട്രെയിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയും കുറേ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ വർക്കേഴ്സും എൻജിനീയർമാരും എല്ലാവരും ഇവിടെ കുറേ ജനങ്ങളൊക്കെ കാണാം. നമുക്ക് താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇത് ഗിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോഴും നടക്കുന്നത്. നീക്കി വെക്കാനുള്ള വർക്കുകൾ, അതിന് വേണ്ടിയിട്ടുള്ള കുറേ ക്രെയിനുകൾ. ഇവിടെ ഒരു ക്രെയിനാണ്, അപ്പുറത്തൊരു ക്രെയിൻ ഉണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്ത് എൻജിനീയർമാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നിന്നിട്ടുള്ള എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ട് തന്നെ കുറേ കട്ടകളൊക്കെ വെക്കുന്നുണ്ട്. മരത്തിൻ്റെ കട്ടകളൊക്കെ വെച്ചിട്ട് ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര വലിയ ഒരു സാധനമാണ്, എത്രയും വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഇങ്ങോട്ട് എടുത്തു വെക്കുന്നത്. അത് നോക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ആ കറക്റ്റ് പൊസിഷനിലൊക്കെ എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരുത്തും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. രാത്രിയിലും വർക്ക് നടക്കുന്നതിൻ്റെ തെളിവാണ്. അവിടെ വലിയ നല്ല നിറമൊക്കെ കിട്ടുന്ന ലൈറ്റുകൾ, 2 ലൈറ്റുകളൊക്കെ കൊടുത്തത് കാണുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു ഇറ്റാച്ചി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മണ്ണ് ലെവൽ ചെയ്യാനുള്ള അങ്ങനെയുള്ള വർക്കുകൾ. താഴ്ഭാഗത്താണ് ഈ കാണുന്ന വർക്കേഴ്സ്. കുറേ കേബിളുകൾ, ചെയിനുകൾ, അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. എന്തൊക്കെയോ വർക്ക്. ഇതുപോലെ ഇവിടെ ഒരു റെയില് കാണുന്നുണ്ട്. റെയിൽമേൽ കയറാനുള്ള ഒരു മെഷീന് അവിടെ കാണുന്നുണ്ട്. ഇല്ല, ഈ സംഭവം എടുത്തു വെക്കാനുള്ള മുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രത്യേകതരം രീതിയിലാണ് ഇതിങ്ങനെ എടുത്തു വെക്ക് നീക്കി കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയുള്ള ഒരു റെയിലാണത് സംഭവം. ഇവിടെ ഇപ്പോൾ ഒരു മരക്കട്ട വെച്ചിട്ട്, ജാക്കി പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പം നേരത്തെ കണ്ട ആ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് തള്ളി കൊണ്ടുവരികയാണ്. കണ്ടില്ലേ, അതിനുള്ള വർക്കാണ് ഇപ്പോൾ വർക്കേഴ്സ്. അവർക്ക് 4-5 പേർക്ക് ഒരുമിച്ച് തള്ളിയിട്ടും പോരുന്നില്ല തോന്നുന്നത്. അവരിങ്ങനെ തള്ളി കൊടുക്കണേ. അതിന് ശേഷം പാലം കൊണ്ട് കുറച്ച് നീക്കി വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ സെൻറ്റർ ഭാഗത്തൊന്നും ഇതിൻ്റെ ഇതുപോലുള്ള സ്റ്റാൻഡുകളൊന്നും കാണുന്നില്ല. അവിടെയുള്ള സ്റ്റാൻഡുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്.
എത്ര ശ്രദ്ധയോടെയാണ് അവര് ചെയ്തിട്ടുള്ളത്, ഇത്രയും വലിയൊരു വർക്ക്. അതുകൊണ്ടാണ് ഇവിടെ വളരെ കൂടുതൽ സമയമൊക്കെ എടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ മുൻവശത്തെ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൺ സൈഡ് നമ്മൾ വലിയ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതൊക്കെ വലിയ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. റോഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ക്രെയിന് എന്തോ എടുത്തു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അവിടെ ഒരു റെയിൽപാളുണ്ട്, ആ റെയിൽപാളാണ് എടുത്തു കൊടുക്കുന്നത് തോന്നുന്നു. ഈ ഭാഗത്തും ഒരു ക്രെയിൻ ഉണ്ട്. ഇതും വലിയൊരു ക്രെയിൻ തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാലം ഇരുമ്പ് ഗർഡറിന്റെ ROP ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് ജോയിന്റിങ് ആണുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇനി സിമെന്റിന്റെ ഒരു ഗർഡറും കൂടെ വരാനുണ്ട്. ആ ഭാഗവും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഭാഗത്തൂടെ ഒരു സിമെന്റിന്റെ ഗർഡർ ആയിരിക്കാം വരികയാണെന്ന് തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ അതിന്റെ മുകളിൽ വേഗത്തിൽ നടക്കാവുന്ന വർക്കുകളാണ്. പിന്നെ ഇവിടെ നിന്നുള്ള പാലത്തിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, കാണാലോ നമുക്ക്. പിന്നെ അവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും വളരെ വേഗത്തിലാണ് ഇപ്പൊ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഇനി വലിയൊരു ടാസ്ക് ഉള്ള ഒരു വർക്ക് വരുന്നൊരു ഭാഗം ഇവിടെ മാത്രമേ ഉള്ളൂ. ആ വർക്കാണ് ഈ പകുതിയായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആവുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിൻ്റെ ശേഷം മുൻവശത്തുള്ള റോഡിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഭാഗം ഇതുപോലുള്ളൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഭാഗത്തു കൂടെ ഇങ്ങനെ ജോയിൻറ്റിങ് ചെയ്താൽ നമുക്ക് കുറ്റിപ്പുറത്തുനിന്ന് ഈ ഭാഗത്തുകൂടെയുള്ള വൺ സൈഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പിന്നെ പഴയ പാലാണ്. പഴയ പാലം പൊളിക്കുമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ പുതിയ ഭാഗത്തെ റോഡ് വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നു. വളരെ വേഗത്തിൽ ഇവിടെ വീണ്ടും ക്രെയിനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വർക്കേഴ്സ്. അവിടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കേണ്ട കട്ടകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഭാഗത്ത് അപ്പോൾ ഞാൻ റോഡ് വർക്ക് നടക്കേണ്ട ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കാണാൻ നമുക്ക് പുതിയ ക്രാഷ് ബാരിയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കൊക്കെയാണ് വരാനുള്ളത്. അതൊക്കെ വളരെ വേഗത്തിൽ നടക്കാവുന്നതാണ്. ഇവിടെയും കാണാം നമുക്ക് പുതിയ കുറച്ച് ക്രാഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് ഇത് കുറച്ച് പഴയതാണ്, പുതുതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളൂ. ഇനി ഇത് കാണാം, ഈ കമ്പികളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അവിടെ കുറച്ച് ഭാഗത്തൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതൊക്കെ റെഡിയാക്കി എടുത്ത് വളരെ വേഗത്തിൽ ഇതൊക്കെ വർക്കുകളൊക്കെ ഇപ്പോൾ അവർക്ക് വളരെ സിമ്പിൾ വർക്കാണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോട്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേലും പോകുന്നുണ്ട്. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ ഈ വഴി വാഹനങ്ങൾ കടന്നു പോകും. അതൊരു ആഴ്ചൻ്റെ ഉള്ളിൽ അവിടുത്തെ കംപ്ലീറ്റ് വർക്ക് കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെയുള്ള മണ്ണ് ഫില്ലിങ് അങ്ങനെയുള്ള വർക്കുകൾ, ടാറിങ് ഒക്കെ വളരെ വേഗത്തിൽ നടക്കും. ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാം. താഴ്ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ പോയിന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നില്ല, അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട്. അപ്പോൾ മുകളിൽ മുൻവശത്തോ അപ്പുറത്തോ എവിടെയെങ്കിലും പോയി നോക്കാം. അപ്പം ഞാൻ ROB ഇരുമ്പ് ഗർഡർ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഈ റെയിൽ പാളത്തിലൊക്കെ ഗ്രീസൊക്കെ തേച്ച് ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് തള്ളിയാണ് ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ കാണുന്ന ഭാഗത്തായിരുന്നു ഇവിടെ ROB ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്ന് നീക്കി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. റെയിൽവേൻ്റെ മുകളിലേക്ക് എത്തി എന്ന് പറയാം. റെയിൽവേ പാളത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് കടന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ഇതുപോലുള്ള പില്ലറിൻ്റെ മുകളിലേക്ക് എത്തിക്കാനുള്ള വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. അതിൻ്റെ മുകളിൽ എടുത്തു വെക്കാനുള്ള. അപ്പോൾ ഇത് കുറെ കാണാനല്ലോ, നമുക്ക് കുറച്ച് ഹൈറ്റിലാണ് കിടക്കുന്നത്. പില്ലറ് കാണാൻ കുറച്ച് താഴോട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അവിടെയും വെക്കാനുള്ളൊരു ഒരു ശ്രമത്തിലാണ്, അതിനുള്ള വർക്കാണ് ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ പോയിന്റിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വളരെ കുറഞ്ഞ സ്ഥലത്തേക്ക് എത്താനുള്ളൂ. അപ്പോൾ അവിടെ കാണാം നമുക്ക്. ഇനി അവിടെയും കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വാളോ
ഇങ്ങനെയുള്ള ഗർഡറുകളൊക്കെ വരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരുപക്ഷെ കോൺക്രീറ്റ് ഗർഡറുകളായിരിക്കാം. പാലം കഴിഞ്ഞാൽ ഇരുമ്പ് ഗർഡറിന്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ സിമന്റിന്റെ ഗർഡർ തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊന്നും വെച്ചിട്ടില്ല. ഇത് താൽക്കാലികമായി ഇതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് താഴ്ഭാഗത്തൊന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിന് മുന്നേ നമുക്ക് പാലത്തിന്റെ അവിടെ എടുത്തൊന്ന് പോയി നോക്കാം. കണ്ടില്ല, ഈ ഇതുവരെയാണ് എൻഡ്. ഈ പാലം ഉണ്ടാക്കിയത് റെയിൽവേ പാലം പോലെ തന്നെ ഇവിടെ വരെയാണ് എൻഡ്. ഇവിടുന്ന് അങ്ങോട്ട് തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് പാലം. അവിടെ അതിന്റെ സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ റെയിൽവേന്റെ കറണ്ടൊക്കെ പോകുന്ന വയറും കമ്പിയൊക്കെ അവിടെ കാണാം. നമുക്ക് വളരെ വലിയ റിസ്ക് പിടിച്ചൊരു വർക്കായിരുന്നു. അത് വലിയ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയി വെക്കാം. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പില്ലറിന്റെ മുകളിലേക്ക് ഈ പാളം, റെയിൽവേ പാളം പോലെ ഉണ്ടാക്കിയ പാളം ഇവിടെ എത്തിച്ചത്. നമ്മൾ അവിടുന്ന് മുകളിൽ നിന്ന് കണ്ടത്. ഇനി വർക്കേഴ്സ് ഇത് ഇങ്ങനെ തള്ളി കൊണ്ടുവരികയാണ്. കട്ടകളെ തള്ളി അതിന്റെ പോയിന്റിൽ, കറക്റ്റ് പോയിന്റിൽ കൊടുന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ വെൽഡൊക്കെ ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. തള്ളി പോവാതെ തെന്നി പോവാതെ ഒക്കെ നിൽക്കാനുള്ള അതിന്റെ വർക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ശേഷമാണ് അത് ഇങ്ങോട്ട് വലിച്ചു വെക്കുന്നത്. അതിനുള്ള വർക്കുകളാണ്, ടാസ്കുള്ള വർക്കാനാണ്. അപ്പോൾ താഴോട്ട് പില്ലർ കൊടുത്താണ്ട് ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഇതാണ്ടോ തൂണാണ്. ഇങ്ങനെ ഇതൊക്കെ വളരെ കുറെ നാളുകൾക്ക് മുന്നേ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കറക്റ്റ് പില്ലറ്. അതിന്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് താൽക്കാലികമായിട്ട് ഇവിടെ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് വളരെ നാളായി. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഈ ആർഒപിന്റെ ഇതും കൂടെ തമ്മിൽ ബെൽഡൊക്കെ ചെയ്ത് അത്രത്തോളം വളരെ സ്ട്രോങ്ങിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പാലം ഇതാണ്, ഈ സംഭവമാണ് ഈ ട്രാക്കിലേക്ക് കയറാനുള്ളത്. ചെറിയൊരു ബെൻഡോ എന്തെങ്കിലും കാറുണ്ടെങ്കിൽ ഈ റെയിലിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും തോന്നില്ല. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട വർക്കുകളാണ്. അതുകൊണ്ടൊക്കെയാണ് ടൈമുകൾ എടുത്ത് കണ്ടില്ലേ, എഞ്ചിനീയർമാര് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ വളരെ കുറവാണ് കേരളത്തിൽ തന്നെ. ഇതുപോലെ മറ്റൊന്ന് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ലെങ്കിലും മറ്റൊന്ന് കണ്ടത് വടകര ഭാഗത്ത് ഇതുപോലെ ഒരു റെയിൽവേന്റെ മുകളിൽ വരുന്നുണ്ട്. അവിടെയും ഇതുപോലുള്ള സ്റ്റാൻഡിന്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ബാക്കിയുള്ള വർക്കുകളൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിരുന്നു, പക്ഷെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ലായിരുന്നു. ഇപ്പം ഇതിന്റെ ഇടത് സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക്. അതാ പറഞ്ഞ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി ഈ ഭാഗത്തുള്ള ജോയിന്റിങ്, ഇങ്ങനെയുള്ള വർക്കുകൾ, ഇവിടെ ഗർഡറിന്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇതുവഴി തന്നെയായിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക. ഏകദേശം പാലത്തിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ ഇവിടുത്തെ വർക്കുകളൊക്കെ തീരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വലിയ വീഡിയോ ആവുമെന്നാണ് തോന്നുന്നത്. താഴെയൊക്കെ പോയി വരുമ്പോഴേക്കും അവിടെ മണ്ണെടുക്കുന്ന വർക്കുകൾ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വേഗം വരാം. താഴ്ഭാഗത്ത് പോയിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്ത് എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും പോയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകാം. കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെ താഴോട്ട് വരുമ്പോൾ കാണാം നമുക്ക്. ഇതാണ് ഒരു താൽക്കാലികമായിട്ടുള്ള തൂണുകളൊക്കെ കൊടുത്തത്. ഇതാണ് ഇവിടെ കുറേ മുമ്പ് ചെയ്ത തൂണുകൾ. പാലത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഷീറ്റുകളൊക്കെ കൊടുത്തതുണ്ട്. ഇവിടെയും കുറേ ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചെന്ന് ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. കുറേ ആളുകളൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. അപ്പോൾ രാത്രിയിലൊക്കെയാണ് ഇത് നീക്കി വെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് റെയിൽവേൻ്റെ അനുമതിയും സമയമൊക്കെ നോക്കിയിട്ടും അതൊക്കെ നോക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന വർക്ക് അതാണ്. നമുക്ക് കാണാൻ കൂടുതൽ സമയം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നിൽക്കാൻ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും താഴെ വീണാൽ പണി വാളും.
അപ്പൊ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ഒരു ട്രെയിന് പോകുന്നുണ്ട്. ഇനി നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം. ഇതാണ് ഓരോ സ്റ്റാൻഡ് പോലെയാണ് ഇത്. ഇതാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടത്. ഈ ഒരു റെയിലിന്റെ പാളത്തിൽ വെക്കുന്നത് ഈ സംഭവമാണ്. അടിയിൽ എത്രയും കട്ടിയുള്ള ഇരുമ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുകളിലാണ് ആ പാലം കയറ്റി വെക്കുന്നത്. അതിന്റെ മുകളിൽ ഈ കമ്പിയൊക്കെ വെച്ച് വെൽഡ് ചെയ്ത്, ഇത് കണ്ടില്ല, നെറ്റ് ബോൾട്ടൊക്കെയാണ് ഇങ്ങനെ വെൽഡ് ചെയ്ത് മുകൾ ഭാഗം സ്റ്റേബിളാക്കി നിർത്തി ഒരു തരത്തിലും ഇളക്കം സംഭവിക്കാത്ത രീതിയിൽ ചെയ്യാണ്. എന്നിട്ടാണ് ഇത് തള്ളി അങ്ങോട്ട് വെക്കുന്നത്. അത്ര കട്ടിയും കനമൊക്കെ ഉള്ള ഒരു സംഭവം. അതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഈ പാളം നീക്കി വെക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇവിടെ ഇപ്പൊ ഈ സൈഡിൽ തന്നെ കാണാം. ഇപ്പൊ 4 എണ്ണം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ വശത്തേക്ക് ഇങ്ങനെ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കമ്പിയൊക്കെ കൊടുത്ത് നെറ്റ് ബോൾട്ടൊക്കെ കൊടുത്ത് വെൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കറണ്ടിനുള്ള വലിയ ജനറേറ്ററാണത്. എത്രയോ വലിയ ജനറേറ്ററാണല്ലേ, 2 ജനറേറ്റർ, വലിയ ജനറേറ്റർ ഉണ്ട്. അതെ, കൂടാതെ ഇവിടെ ഇതാണ് ക്രെയിന്. ഇങ്ങനെയുള്ള വർക്കിംഗ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ താഴെ കാണുന്നത്. അപ്പൊ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നു, കുറച്ച് അറിയാത്തവർക്ക് കാണിക്കാണ്. അവിടെയും സർവീസ് റോഡ് ഈ റെയിൽവേന്റെ ഭാഗത്തേക്ക് വരാനും ഈ താഴ്ഭാഗത്തേക്കൊക്കെ വരാനും വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നത്. അവിടെ വരെ സർവീസ് റോഡ് ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഒരു അണ്ടർപാസ് പോലെ ഇതിൽ താഴെ വന്നിട്ട് ഇതിലൂടെ അങ്ങനെ കയറിയിട്ട് നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോകുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഈ വഴി ചിലപ്പോൾ ഇത് റോഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ശേഷം ചിലപ്പോൾ ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇനി മുകളിലേക്ക് പോട്ടെ, വണ്ടിയൊക്കെ അവിടെയാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് റോഡ് വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക്. ഇവിടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നത് കാണാം. ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രഷ് ബാരിയറിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാണാം നമുക്ക്. ആ ഭാഗത്താണ് ഇപ്പൊ മണ്ണ് എടുക്കുന്നത്. അവിടെ ഒരു 2-3 ഇറ്റാച്ചികൾ ഒരേ സമയത്ത് നിന്നിട്ട് മണ്ണ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് പോവാനുണ്ട് ഇനി. ഇതാണ് പുതിയ ഭാഗം. പുതിയ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. നേരത്തെ മുകൾ ഭാഗത്തൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോയിന്ന്. അവിടെ കാണാൻ നിങ്ങൾക്കൊരു ക്രാഷ് ബാരിയർ പോലെ ഒരു വാള് കണ്ടില്ലേ? ആ വാളിന്റെ തൊട്ട് അടുത്തൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോയിൻ്റെത്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ അതുവഴി അങ്ങനെയും കടന്നു പോകുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തുള്ള സർവീസ് റോഡാണത്. ആ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇനി ഇത്രയും ഭാഗത്തുള്ള മണ്ണുകൾ എടുത്ത് നീക്കിയാൽ റോഡിന്റെ വർക്ക് നടക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ ചെയ്ത ഭാഗം തന്നെയാണ്. അവിടെയൊക്കെ ഇനി താഴ്ത്തി കൊണ്ടുവരാനുള്ളതാണ്. ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് വളരെ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ആ മുൻവശത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കോൺക്രീറ്റ് മിക്സ് ഒക്കെ ചെയ്തിട്ട് കാണാം ആ ഭാഗത്തൊക്കെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ മണ്ണെടുത്ത് പോയി. ഇവിടെ കാണാൻ പാറയൊക്കെ വലിയ പാറയെന്ന് ഈ ഭാഗത്തൊക്കെ. ഇതൊക്കെ വളരെ ടൈം എടുത്ത് പൊട്ടിച്ചെടുത്തതാണ്. അപ്പൊ അതിന്റെ ശേഷം ഈ ഭാഗത്തൊക്കെ ഇവിടെ ഡ്രെയിനേജിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കുറച്ച് ഭാഗത്തുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഒരു ചെറിയൊരു കഷ്ണം ജോയിന്റ് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ അവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് കാണുന്നത് ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു ഭാഗം കൂടെയാണ്. പുറത്തേക്ക് പോകാനും അതുപോലെ സർവീസ് റോഡിലൂടെ നമുക്ക് ഇങ്ങനെ മുന്നോട്ടുള്ള പള്ളിപ്പടി ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള റോഡാണ്. അപ്പൊ ഇനി വലിയ വർക്കുകൾ വരുന്നത് ആ ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ എടുത്ത് മാറ്റാനാണ്. എടുത്തു മാറ്റിയതിന് ശേഷം ഇവിടെ റോഡ് നിർമ്മിക്കാനും പുതിയ പാലവും പഴയ പാലത്തിന്റെ വരുന്ന ആ ഭാഗത്തേക്ക് ഒരേ ലെവലിൽ കൊണ്ടുവരാനുള്ളതാണ്. പിന്നെ മറ്റൊരു വലിയ വർക്ക് കാണാം നമുക്ക്. അവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമായിരിക്കാം. കുറേ ആയി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അത് വാഹനങ്ങൾ പോകുന്നതിന് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി വരില്ല. അവിടെ കാണാൻ സർവീസ് റോഡിന്റെ പുറത്താണ്, ആ ഭാഗത്താണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവിടെ മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. മെറ്റൽ മിക്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെ താഴ്ത്തി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ ഭാഗത്തേക്കാണ് മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനിയും
പാറ പൊട്ടിച്ചെടുക്കോ അറിയില്ല കേട്ടോ. സർവീസ് റോഡ് ഒരു കിടങ്ങ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.